നമ്മളിപ്പോൾ ഏറ്റവും ചിലവ് ചുരുങ്ങിയ ലെവലിൽ സ്പീക്കർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കാൻ പോകുക. ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശബ്ദം ഇച്ചിരി മുഴങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബോക്സ് അല്ലാത്ത രീതിയിലുള്ളൊരു ബോക്സ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്തിൽ എയർ ടൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ സിമ്പിളായ രീതിയിൽ ആണ് നമ്മൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത്. സ്പീക്കറും വൂഫറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സബ് വൂഫറല്ല. വൂഫറും സ്പീക്കറും കൊണ്ട് മാത്രമായിട്ടാണ് നമ്മളിത് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള 100 വാട്ടിൻ്റെ ആമ്പാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. വളരെ പഴക്കമുള്ളൊരു ആമ്പാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 4 ബോക്സ് അല്ലെ നമ്മൾ പ്രത്യേകം അതിന് വേണ്ടിയിട്ടുള്ള എയർ ടൈറ്റ് ബക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വയർ ഇങ്ങനെ ഇരിക്കും. ഇതിലെ വയർ വരുമ്പോഴത്തേക്ക് വിടവ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വയർ തുളച്ചിടണം. അതുകൂടാണ്ട് എയർ പുറത്തേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തുളയിടണം. അപ്പോൾ തുളയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു തുള സെൻട്രൽ എയർ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതിന് തുള വേണം. അവിടെ ചെറിയ കുഴിവുണ്ട്. അപ്പോൾ എയർ വന്നിട്ട് ഈ ഹോളിൽ കൂടെ ഇതിലേയും പൊക്കോളും. അപ്പോൾ ഇവിടെ എടുത്ത് നമുക്ക് തുള തുളയ്ക്കണം. അപ്പോൾ അവിടെ എയർ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തുളയാണ് നമ്മൾ അടുത്ത് തുളയ്ക്കുന്നത്. ഇത് നമ്മൾ എയർ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തുള അവിടെ തുളച്ചു. ഇതിനും അതുപോലെ തന്നെ എയർ പോകാൻ വേണ്ടിയിട്ട് തുള ഇതിനും ഇവിടെ തുളച്ചു. ഇത് തുളച്ച് വലുതാക്കണം കേട്ടോ. ഇത് അവിടെയും തുളച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ 2 വയർ പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് എങ്കിലേ നമുക്കിവിടെ സീറ്റിംഗ് ആവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വയർ പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെക്കുകയും ഇങ്ങനെ വെച്ച് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ചരിച്ച് വെച്ചാലും നമുക്ക് ഈ വയർ പുറത്തേക്ക് കടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയർ പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് ഒരു തുളയും കൂടെ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു തുള നമ്മളിവിടെ തുളച്ചു. ഇത് വയർ പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ള തുളയാണിത്. ഇതും അതുപോലെ തന്നെ മറ്റൊരു തുള. സോറി, ഇതിവിടെ വേണം തുളയ്ക്കാൻ അല്ലേ? അത് മാർക്ക് തുളഞ്ഞില്ല. ബാക്കിയതിന് ഇവിടെ ഒരു തുള പുറത്തേക്ക് വയർ കടത്താൻ വേണ്ടിയിട്ടുള്ളൊരു തുള പുറത്തേക്ക് അത് വിട്ടു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഇതിനും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അത് ഇതിനും നമ്മൾ ഒരു തുള അതിനും പള്ളക്കി കൂടെ ഒരു തുള ഇവിടെ നടക്കണം. ഇതിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു തുള ഇതിലേ തുടങ്ങാം. വയറ് പുറത്തേക്ക് ഇങ്ങനെ തുളച്ച് പിന്നെ എൻ്റെ തുള വലുതാക്കണം. നമ്മളിത് നോക്കുന്ന സമയത്ത് ഇതുകൊണ്ടോ എൻ്റെ നല്ല സീറ്റിംഗ് ആയിട്ടായിരിക്കും. ഇത് ഏറ്റവും പഴക്കമുള്ള ഭയങ്കര സ്പീക്കറാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വലിയ മുതൽ മുടക്ക് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ബോക്സ് ഉണ്ടാക്കാൻ കാരണം. പഴയ സെറ്റും പഴയ സ്പീക്കറും ആയതുകൊണ്ടാണ് നമ്മളത് വെച്ചത്. ഇതെല്ലാം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയതുണ്ടോ, ശകലം പോലും ഗ്യാപ്പില്ല. എയർ ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഈ സ്പീക്കറും
ഇതിൻ്റെ ബോക്സുമായിട്ട് ചേർന്നിരിക്കുന്നത്. ഇനി നമുക്കത് സ്ക്രൂ ചെയ്യാം.